മരണപ്പെട്ട ഹാഫിസ് നഈമിൻ്റെ ഉറ്റ സുഹൃത്ത് ഇസ്മായിൽ അവരുടെ അവസാന യാത്രയെക്കുറിച്ച് പറഞ്ഞതിങ്ങനെ: എടാ, വീട്ടിലിരുന്ന് ചടക്കുന്നുണ്ട്, നമുക്ക് നാളെ രാവിലെ വയനാട് പോയാലോ? ഇർഫാദിനോട് ചുമ്മാ ചോദിച്ചതാണ്. അപ്പോഴാണ് ഇർഫാദും ഫഹദും ജുനൈദും നഈമും കൂടെ ഊട്ടിയിലേക്ക് പോകാൻ പ്ലാനുണ്ടെന്ന് അറിയുന്നത്. അങ്ങനെ സോലിഹിനെയും കൂട്ടി ഞാനും അവരുടെ കൂടെ കൂടി. 2 ഹണ്ടർ ബൈക്ക് ആയപ്പോൾ മൂന്നാമത്തേത് അതായിക്കോട്ടെ എന്ന് കരുതി ജസീമിനെ വിളിച്ച് അതും ഒപ്പിച്ചു. അങ്ങനെ ബുധനാഴ്ച രാവിലെ 11 മണിയോടെ ഞങ്ങൾ പുറപ്പെട്ടു. ഏകദേശം രാത്രി 9 ആയപ്പോൾ ഊട്ടിയിലെത്തി. അവിടെ ഒരു റൂമെടുത്തു. ഭയങ്കര തണുപ്പായിരുന്നു. ആദ്യം ഓൻ നിസ്കരിച്ചു, കൂടെയുള്ളവരെ നിസ്കരിപ്പിച്ചു. എൻ്റെ കൂടെ കിടന്നിട്ട് കുറേ ആയില്ലേ എന്ന് പറഞ്ഞ് ഓൻ എൻ്റെ കൂടെ കിടന്നു. വെറുതെ ഇരുന്നപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു ലൈവ് ഇട്ടു. എൻ്റെ മുഖം കാണിക്കണ്ട, ഞാൻ പാട്ട് പാടിക്കോളാം എന്ന് പറഞ്ഞ് ഓൻ കുറച്ച് പാട്ടൊക്കെ പാടി ഉറങ്ങി. രാവിലെ എണീറ്റ് കാണാൻ വിചാരിച്ച സ്ഥലങ്ങളൊക്കെ കറങ്ങി വൈകുന്നേരം 6:30 ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു. പോയ അപ്പോൾ മുതൽ തിരിച്ചെത്തുന്നതുവരെ ഒരു ഉന്മേഷക്കുറവും ആർക്കും ഇല്ലായിരുന്നു. പോയ സ്ഥലങ്ങൾ അത്രയും മനോഹരമായിരുന്നു. ഏകദേശം രാത്രി 1:30 എടവണ്ണ എത്തി. അവിടെ നിന്നും ഒരു ചായ കുടിച്ചു. ജുനൈദ് ചോദിച്ചു: എടാ, ഞമ്മക്ക് ഇൻ്റോടെ നിന്നിട്ട് രാവിലെ എഡീറ്റ് പോയാൽ പോരെ? ഓൻ പറഞ്ഞു: വേണ്ടടാ, ഇൻ്റോടെ നിൽക്കാം. അങ്ങനെ അവിടെ നിന്ന് ഓൻ പറഞ്ഞു: ഞങ്ങൾ പോവാണ്, ഞങ്ങൾക്ക് അത്തോളി എത്തണ്ടേ. അപ്പോൾ ഓക്കെ, എന്നാ നിങ്ങൾ ചെല്ലി എന്ന് പറഞ്ഞ് സലാം പറഞ്ഞ് പിരിഞ്ഞു. പക്ഷേ അരീക്കോട് എത്തുന്നത് വരെ അവർ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങൾ കൊണ്ടോട്ടിയിലേക്ക് അങ്ങോട്ടേക്കും പോയി. ഞങ്ങൾ വീട്ടിലെത്തി. സോലിഹ അവരെ വീട്ടിലെത്തിയോ എന്നറിയാൻ വിളിച്ചു നോക്കിയത്. അപ്പോഴാണ് അറിഞ്ഞത് ഉടനെ പുറപ്പെട്ടു. ഒരു സമാധാനമില്ലായിരുന്നു പിന്നീട്. ഇന്നലെ കാണാനുള്ളവരോട് കാണാൻ പറഞ്ഞപ്പോൾ ഞാൻ ചെന്നില്ല, എന്നെക്കൊണ്ട് ഓനെ അങ്ങനെ കാണാൻ കഴിയൂല. ഓൻ പോയി എന്നറിഞ്ഞപ്പോൾ ഞാൻ കാണാൻ ചെന്നില്ല. ഓൻ ഞങ്ങളെ കൂട്ടാതെ ഒറ്റയ്ക്ക് പോയില്ലേ? എല്ലാ സ്ഥലത്ത് പോകുമ്പോഴും ഓൻ ഞങ്ങളെ വിളിക്കുന്നതല്ലേ? എന്നിട്ടിപ്പോൾ ഓൻ ഒറ്റയ്ക്ക് പോയി. അവസാനം ഓനെ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഞാൻ ചെന്ന് കണ്ടു. ഇനി ഓൻ പറയരുതല്ലോ എന്താടോ ഞാൻ പുയാപ്പിള ഇറങ്ങുമ്പോൾ കാണാൻ വരാഞ്ഞത് എന്ന്. എന്തായാലും ഓൻ ഭാഗ്യം ചെയ്തവനാണ്. മരിക്കുമ്പോൾ മറ്റുള്ളവർ കൊതിക്കുന്ന രൂപത്തിൽ മരിക്കണമെന്നുള്ളത് പോലെ ഓൻ പോയപ്പോൾ എനിക്കും പൂതി തോന്നാണ്. ഇന്ന് ആയിരങ്ങളാണ് ഓൻക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്. നിങ്ങളും ദുആ ചെയ്യണം ഓൻക്ക് വേണ്ടി. അവസാനം ഓൻ കിടന്നുറങ്ങുന്നത് എൻ്റെ കൂടെയാണ്, എന്നെ കെട്ടിപ്പിടിച്ചാണ്. റബ്ബെ, ഓനെ ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ. പ്രിയപ്പെട്ട നാമി, സ്വർഗത്തിലിരുന്ന് മദ്ഹ് പാടണം. ഞങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങളെയും ഈ സ്വർഗത്തിൽ കൊണ്ടുപോകണം. മരിക്കാത്ത ഓർമ്മകൾ സമ്മാനിച്ചിട്ടല്ലേ ഈ പോയത്?